സ്റ്റീവ് ജോബ്സ് ലോകപ്രശസ്ത സാങ്കേതിക സംരംഭകനും ആപ്പിൾ കമ്പനിയുടെ സഹസ്ഥാപകനുമായിരുന്നു. ഐഫോൺ, ഐപാഡ്, മാക് എന്നീ നവീന ഉൽപ്പന്നങ്ങളിലൂടെ സാങ്കേതിക ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ദൂരദർശിത്വവും സൃഷ്ടിപരമായ ചിന്തയും ഇന്നും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് പ്രചോദനമാണ്. എന്തുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് ഇന്നും പ്രചോദനമാകുന്നത്? ലോകത്തിലെ ഏറ്റവും വിജയകരമായ സംരംഭകരിൽ ഒരാളായിരുന്നെങ്കിലും സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതം എളുപ്പമായിരുന്നില്ല. ദത്തെടുത്ത കുഞ്ഞായും കോളേജ് പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച യുവാവായും സ്വന്തം കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളായും ക്യാൻസറിനെ നേരിട്ട മനുഷ്യനായും അദ്ദേഹം ജീവിതത്തെ അനുഭവിച്ചു. എന്നാൽ ഓരോ പ്രതിസന്ധിയും അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതം വിജയത്തിൻ്റെ കഥ മാത്രമല്ല, പ്രതിസന്ധികളെ എനർജിയാക്കി മാറ്റിയ ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണ്. സ്റ്റീവ് ജോബ്സിൻ്റെ അഭിപ്രായത്തിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനർജി സ്വാഭാവികമായി വരും. ജോലി ഒരു ബാധ്യതയെ കാണാതെ ഒരു ഇഷ്ടമുള്ള കാര്യമായി കാണുമ്പോൾ അതിൽ നിന്ന് സന്തോഷവും ഊർജവും ലഭിക്കും. അതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് തൻ്റെ ജോലിയെ ഒരിക്കലും വെറും തൊഴിൽ മാത്രമായി കണ്ടില്ല. നെക്സ്റ്റ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ് വലിയ സ്വപ്നങ്ങളാണ് വലിയ വിജയങ്ങളുടെ തുടക്കം. സാധാരണ ഒരു കമ്പനി തുടങ്ങുക മാത്രമല്ല, ലോകത്തെ മാറ്റുന്ന ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം. വലിയ ലക്ഷ്യങ്ങൾ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നു. പരാജയങ്ങൾ ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇത് സ്റ്റീവ് ജോബ്സിൻ്റെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. 1985 സ്വന്തം കമ്പനിയായ ആപ്പിളിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ടു. പലർക്കും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവിയായേനെ. പക്ഷേ സ്റ്റീവ് ജോബ്സ് അതിനെ പുതിയ തുടക്കമായി കണ്ടു. അതേ കാലഘട്ടത്തിലാണ് നെക്സ്റ്റ് എന്ന കമ്പനിയും പിക്സാർ എന്ന സ്ഥാപനവും അദ്ദേഹം വളർത്തിയത്. പിന്നീട് അദ്ദേഹം വീണ്ടും ആപ്പിളിലേക്ക് മടങ്ങിയെത്തി. നെക്സ്റ്റ് പറയുന്നത് ഫോക്കസിനെ കുറിച്ചാണ്. ഫോക്കസ് വിജയത്തിൻ്റെ രഹസ്യമാണ്. സ്റ്റീവ് ജോബ്സ് വിശ്വസിച്ചിരുന്നത് വിജയത്തിൻ്റെ അർത്ഥം എല്ലാം ചെയ്യുന്നതല്ല, പ്രധാനമല്ലാത്ത പല കാര്യങ്ങളോടും നോ പറയാൻ കഴിയുന്നതാണ് എന്നായിരുന്നു. സ്റ്റീവ് ജോബ്സിൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിലും ജോലിയിലും അനാവശ്യ കാര്യങ്ങൾ കുറയ്ക്കുമ്പോൾ കൂടുതൽ വ്യക്തതയും സമാധാനവും ലഭിക്കും. സങ്കീർണമായ കാര്യങ്ങളെ ലളിതമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ കോളേജ് ഉപേക്ഷിച്ചെങ്കിലും പഠനം അദ്ദേഹം നിർത്തിയില്ല. പുതിയ കാര്യങ്ങളോടുള്ള കൗതുകം അദ്ദേഹത്തെ ജീവിതം മുഴുവൻ മുന്നോട്ട് നയിച്ചു. അതുകൊണ്ട് പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നും അദ്ദേഹത്തിൻ്റെ ലൈഫ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടൈമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. അദ്ദേഹം പറയുന്നു, യുവർ ടൈം ഈസ് ലിമിറ്റഡ്, സോ ഡോണ്ട് വേസ്റ്റ് ഇറ്റ് ലിവിങ് സംവൺ എൽസ് ലൈഫ്. മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം സ്വപ്നങ്ങൾ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്വന്തം വഴിയിൽ നടക്കാൻ ധൈര്യം വേണം. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ക്യാൻസറുമായി പോരാടിയ അനുഭവം അദ്ദേഹത്തെ കൂടുതൽ ബോധവാനാക്കി. ജീവിതം ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ വില നൽകാൻ തുടങ്ങുക. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. പഠിക്കാനുള്ള വിശപ്പും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനുള്ള ധൈര്യവും ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറയുന്നു. പ്രായമോ പരാജയങ്ങളോ കൗതുകത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കരുത്. സ്റ്റീവ് ജോബ്സ് നമ്മെ പഠിപ്പിച്ചത് വിജയിക്കാനുള്ള രഹസ്യങ്ങളല്ല, ജീവിതത്തെ എങ്ങനെ അർത്ഥവത്താക്കാം എന്നതാണ്. അതിനാലാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു വാചകം ഇന്നും ലോകത്തെ പ്രചോദിപ്പിക്കുന്നത്. സ്റ്റേ ഹംഗ്രി, സ്റ്റേ ഫൂളിഷ്. കാരണം ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഉള്ളിലെ തീയാണ്. അത് ഒരിക്കലും കെടുത്താതിരിക്കാനുള്ള മനോഭാവമാണ്.